ഹായ് ഓൾ, സലാമു അലൈക്കും. വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ റെസിപ്പി കുട്ടികൾ പറഞ്ഞിട്ടുള്ള തട്ടിക്കൂട്ട് ബിരിയാണിയാണ്. അപ്പം നമുക്ക് റെഡിയാക്കിയാലോ? ലാമി, ഇന്ന് കഴിക്കാൻ എന്ത് വേണം? തരാമല്ലോ. ആമയ്ക്ക് എന്ത് വേണം? എന്ത് ബിരിയാണിയാണ് വേണ്ടത്? ഉണ്ടാക്കിയാലോ? നിങ്ങൾ കളിച്ചു, ഉമ്മ ഉണ്ടാക്കി കൊണ്ടുവരാം കേട്ടോ. ശരി എന്നാ, ഓക്കെ, വിളിക്കാട്ടോ. ഇതിപ്പോൾ ഞാൻ 2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, 1/2 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് ഉപ്പ്, 1/4 ടീസ്പൂൺ ബിരിയാണി മസാല, 3 ടീസ്പൂണോളം ടൊമാറ്റോ സോസ്, കുറച്ച് മല്ലിച്ചീര ഇട്ട് നന്നായിട്ട് കുഴച്ച് വെക്കുക. 20 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കണേ. 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒരു കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി തൊലി കളയാതെ എടുത്തതാണ്, നല്ലപോലെ കഴുകി എടുക്കണേ. അതേപോലെ തന്നെ 3 പച്ചമുളക്, കുറച്ച് മല്ലിച്ചീര ഇട്ട് മിക്സിയിലിട്ട് നന്നായി ക്രഷ് ചെയ്തെടുക്കുക. നമുക്ക് ചിക്കനിലോട്ട് ഇട്ട് കൊടുക്കാം. അതേപോലെ 2 സവാള എടുത്തിട്ടുണ്ട്, അത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. അതും നമുക്ക് ചിക്കനിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ 2 തക്കാളി എടുത്തിട്ടുണ്ട്, അതും പേസ്റ്റ് പോലെ അരച്ചു കൊടുത്ത് അതിലോട്ട് ഇട്ട് കൊടുക്കുവാണ്. ഇത് ഇപ്പി മസാല പൊടിയാണ്, വീട്ടിലുള്ളത് കൊണ്ട് ഇട്ടതാണ്, അല്ലെങ്കിൽ ഞാൻ മാഗി ക്യൂബ്സ് ആണ് ഇടണത്. അതേപോലെ തന്നെ ബിരിയാണി മസാല 3 ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ വലിയ ടീസ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് വെളിച്ചെണ്ണ, കുറച്ച് തൈര്, നന്നായി കുഴച്ചെടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുഴച്ച് ഒരു 10 മിനിറ്റോളം മാറ്റി വെക്കാം. അത് കഴിഞ്ഞ് കുക്കർ എടുക്കുക, കുറച്ച് വെളിച്ചെണ്ണ തൂത്ത് കൊടുക്കുക. നമ്മൾ കുഴച്ച് വെച്ച കൂട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കുക. വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു വിസിൽ വരുന്നതിന് മുമ്പ് എടുത്തിട്ടുണ്ട്, ആവി കളഞ്ഞെടുത്തതാണ്, അല്ലെങ്കിൽ ചിക്കൻ പെട്ടെന്ന് വെന്തു പോകും. അതുകൊണ്ട് എല്ലാവരും ഒരു വിസിൽ വന്നതിന് മുമ്പ് തന്നെ ആവി കളഞ്ഞെടുക്കണേ. ഇനി നമുക്ക് നെയ്ച്ചോറ് വെച്ചെടുക്കാം. 1 കിലോന് അരിയാണ് എടുത്തിട്ടുള്ളത്. 2 കിലോന് ഞാൻ 1 കിലോന് അരി എടുത്തിട്ടുള്ളൂ കേട്ടോ. ചിക്കൻ 2 കിലോനാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നെയ്ച്ചോറ് വെച്ചെടുക്കാം. നെയ്ച്ചോറ് വെച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചരുവത്തിലോട്ട് നമ്മുടെ ചിക്കൻ റെഡിയാക്കി വെച്ചത് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മേലെ ചോറ് ഇട്ട് കൊടുക്കുക, മുഴുവൻ ചോറ് ഇട്ട് കൊടുക്കുക. ഞാൻ ഈ ചിക്കൻ്റെ ഗ്രേവി കുറച്ച് ഒരു ബൗളിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം തട്ടിക്കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് ഗ്രേവി മാറ്റി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് അതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമ്മുടെ കശുവണ്ടിയും മുന്തിരിയും പൊരിച്ചു കോരി ഇടാം. അതിനുവേണ്ടി ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് കശുവണ്ടിയും മുന്തിരി ഇട്ട് കൊടുക്കുക, നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. 2 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു ചെറിയ സവാള അരിഞ്ഞതും കൂടി അതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇപ്പം അത്യാവശ്യം മുരിഞ്ഞു വന്നിട്ടുണ്ട്, നമുക്ക് മാറ്റിക്കൊടുക്കാം. ബിരിയാണീൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരിച്ചു കോരിയ നെയ്യും അതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് മൂടി വെച്ച് ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ദം ചെയ്തെടുക്കാം. ചരുവത്തിൻ്റെ മേലെ എന്തെങ്കിലും വെയിറ്റ് വെച്ച് കൊടുക്കണേ. ഇതിപ്പോൾ ഞാനൊരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നു നോക്കിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് നല്ല കുഴഞ്ഞ ബിരിയാണി റെഡിയായി കിട്ടിയിട്ടുണ്ട്. നോക്കി, ഗ്രേവി പോലെയാണ് മസാല ഇരിക്കണത്. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂലേ? പിന്നെ അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. മിക്കവരും ലൈക്ക് ചെയ്യാതെയാണ് പോണത്, ഒന്ന് ലൈക്ക് ചെയ്യണേ. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇനി ഞാൻ എൻ്റെ മക്കൾക്ക് കൊണ്ടു കൊടുക്കട്ടെ കേട്ടോ.
അവർ കുറേ നേരം വെയിറ്റ് ചെയ്തിരിക്കണം. ഞാൻ ഇനി അവർക്ക് കൊണ്ട് കൊടുക്കാൻ പോണേ. ഒത്തിരി ഹാപ്പി ആയിട്ടുണ്ട്. അവർ പറഞ്ഞ പോലെയാണ് ഞാൻ ബിരിയാണി വെച്ച് കൊടുത്തിട്ടുള്ളത്. അടുത്ത വീഡിയോയുമായി വീണ്ടും വരും. ബൈ.